മോളെ അമ്മി, നീ എന്തിനാ മോളെ കൊണ്ട് വന്നത്? ആദിക്ക് മോളെ കാണണ്ടേ? മോൾക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. മോളെ മോളെ പൊന്നു മോളെ, ഇത്ര ചെറുപ്പത്തിലെ എന്റെ മോൾക്ക് ഇങ്ങനെ അവസ്ഥ വന്നല്ലോ. അച്ഛനെ കാണാൻ ജയിലിൽ വരേണ്ടി വരിക. ആമി, നമ്മുടെ ജീവിതം എങ്ങനെ ആയിപ്പോല ആമി. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? മോളുള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ ഈ ജീവിതം തന്നെ മതിയാക്കുമായിരുന്നു. ആമി, അങ്ങനൊന്നും ചിന്തിക്കരുത് ആമി. നിനക്ക് മോൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടും. മോളുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. മിയ മോള് പഴയ പോലെ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങിയാൽ നിനക്ക് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി മോളെ വളർത്താൻ പറ്റുമോ അമ്മി? നിങ്ങളെ ആ വീട്ടിൽ നിന്ന് സുരക്ഷിതമായി മറ്റെങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന് ഞാൻ രഘുവിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പറയാനും കൂടിയാ ഞങ്ങളിപ്പോ വന്നത്. ആ വീട്ടിൽ നിന്ന് രഘു ഇന്ന് ഞങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റോ? ആണോ? അപ്പോ അവൻ നമ്മളെ കൈവിട്ടില്ലല്ലേ? രഘു നമ്മുടെ കൂടെ ഉണ്ട് അമ്മി, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. രഘുവിനെ വിശ്വസിക്കാം. അവൻ നല്ലവനാ. അവനും ഉണ്ട് നമ്മുടെ കുഞ്ഞിനെ പോലൊരു മോള്. രഘു നിങ്ങൾക്ക് തുണയാവൂ അമ്മി. രഘു നിങ്ങൾ എങ്ങോട്ടാ മാറ്റുന്നതെന്ന് പറഞ്ഞു? സ്ഥിരമായിട്ടൊരു സ്ഥലമൊന്നുമില്ല. അങ്ങനെ ഒരു സ്ഥലം എളുപ്പം കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. തൽക്കാലം മോളെ ട്രീറ്റ്മെന്റിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്ഥലമാണെന്നേ പറഞ്ഞുള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചില്ല. വേണ്ട, നീ വഴിയാകരമായി പോകാതിരിക്കാൻ ഒരാളൊരു വഴി കാണിച്ചു തരുമ്പോ വിശ്വസിച്ച് കൂടെ പോകാനല്ലേ പറ്റൂ. പേടിക്കണ്ട അമ്മി, രഘു എന്തായാലും സുദർശനെ പോലെ ആവില്ല. അറിയാം, ഈ ലോകത്ത് നല്ല മനുഷ്യരുണ്ടെന്ന് ആ മനുഷ്യനിലൂടെ എനിക്ക് മനസ്സിലായത്. രഘു പുറത്ത് ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാനും മോളും അദ്ദേഹത്തിനോടൊപ്പം തന്നെ പോവും. ശരി, നോക്കോ, ഇനി നിൽക്കണ്ട, വേഗം പൊക്കോ. ആദിക്ക് ഞങ്ങൾ പറഞ്ഞേക്കും ധൃതിയായോ? അതല്ല അമ്മി, ടൈം കഴിഞ്ഞ വാർഡനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ബലമായിട്ട് പിടിച്ചോണ്ട് പോകുന്നത് അത് നിങ്ങൾ കാണേണ്ടി വരില്ലേ? അതാ അമ്മി. ശരി മോളെ, അച്ഛനൊരു ഉമ്മ കൊടുക്കും മോളെ. മോളെ, പൊന്നു മോളെ. അമ്മി, അമ്മി, ചെല്ല് ചെല്ല് അമ്മി, ചെല്ല് മോളെ.